Hello friends, I hope you remember what we studied in the chapter of emulsions till now. So the first topic of today will be multiple emulsions or double emulsions. So this multiple emulsion, they are mainly of two types. One is water in water type of emulsion, and the other type is oil in water in oil type of emulsion. രണ്ട് എമൽഷൻ്റെ ഒരു മിക്സ്ചറാണ് ഒരു ഡബിൾ എമൽഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ ഈ ഡയഗ്രത്തിൽ W1/O എന്നുള്ളത് ഒരു സർക്കിളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ദാറ്റ് ഈസ് ദി പ്രൈമറി എമൽഷൻ ഓർ ദി ഡിസ്പേഴ്സ്ഡ് ഫേസ്, ആൻഡ് ദിസ് ഈസ് ദെൻ ഡിസ്പേഴ്സ്ഡ് ഇൻ ദി കണ്ടിന്യൂസ് ഫേസ്, ദാറ്റ് ഈസ് W2. ഇനി ഓയിൽ ഇൻ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഓഫ് എമൽഷൻ ആണെങ്കിൽ O1/W എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി primary emulsion or the dispersed phase. This is then dispersed in the continuous phase, that is O2. ഇവിടെ W1 W2 എന്നൊക്കെ ആ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പേര് കൊടുത്തുന്നുള്ളൂ. ബോത്ത് ആർ വാട്ടർ. ആൻഡ് O1 O2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഓയിൽ തന്നെയാണ്, ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പേര് കൊടുത്തുന്നേ ഉള്ളൂ. O1 O2 ബോത്ത് ആർ ദി സെയിം ഓയിൽ. The main advantages or the scope of this multiple emulsion is, first one is controlled release of drug, because the drug is contained in the internal phase and it has to cross two phase boundaries before it gets released. So this results in the sustained release of drug. അപ്പോൾ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് റിലീസ് ഓർ സസ്റ്റെയിൻഡ് റിലീസ് ആണ്. ഡ്രഗ് വളരെ പതുക്കെ മാത്രമേ മൾട്ടിപ്പിൾ എമൽഷനിൽ നിന്നും റിലീസ് ചെയ്യുള്ളൂ. ആൻഡ് ദി സെക്കൻഡ് സ്കോപ്പ് ഈസ് ടേസ്റ്റ് മാസ്കിംഗ് ഓഫ് ബിറ്റർ സബ്സ്റ്റൻസസ്. ബിറ്റർ സബ്സ്റ്റൻസിൻ്റെ ടേസ്റ്റ് നമുക്ക് ഈ ഒരു ഫോർമുലേഷൻ യൂസ് ചെയ്താൽ മാസ്ക് ചെയ്യാൻ സാധിക്കും. അനദർ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ഇസ് ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റെബിലിറ്റി, എസ്പെഷ്യലി ദാറ്റ് ഓഫ് പാരൻട്രൽസ്, ആൻഡ് യൂഷ്വലി വെൻ എൻസൈംസ് ആർ ദി ഡ്രഗ് ഓഫ് ചോയ്സ്. എൻസൈംസിൻ്റെ ഒക്കെ ഡെലിവറി പാരൻട്രൽ റൂട്ടിലൂടെ നടത്തുമ്പോൾ മൾട്ടിപ്പിൾ എമൽഷനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് മോർ സ്റ്റെബിലിറ്റി. And next we will be studying about the preparation of multiple emulsion. Usually two methods are used. One is a single step process and the other one is a two-step process. And the most common method is two-step process that will be discussed here. Two-step process, as the name indicates, it contains two steps. First step is the preparation of primary emulsion and the second step is the formation of final emulsion or secondary emulsion. വാട്ടർ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻ്റെ പ്രിപ്പറേഷനാണ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി എമൽഷൻ. ഫോർ ദിസ് യു ഹാവ് ടു ടേക്ക് യുവർ ഓയിൽ ഫേസ് ഇൻ എ കണ്ടെയ്നർ. ടു ദിസ് ദി സർഫാക്റ്റൻ, ലിപ്പോഫിലിക് സർഫാക്റ്റൻ ഈസ് ആഡഡ് ആൻഡ് ദിസ് ഈസ് ഹീറ്റഡ്. ഏകദേശം 60 ഡിഗ്രി സെൽഷ്യസ് 50 to 60 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യും. ടു ദിസ് വാട്ടർ വിൽ ബി ആഡഡ്, ഹീറ്റഡ് വാട്ടർ വിൽ ബി ആഡഡ് സ്ലോലി, and this will be stirred for about 15 minutes till the formation of primary emulsion. This is then cooled and kept aside. The primary emulsion, after forming, it is kept aside. Then in another container the secondary emulsion, the continuous phase ആയിട്ടുള്ള water is taken along with the hydrophilic surfactant. To this the cooled primary emulsion is slowly added under stirring. And in the second step, stirring is very critical. The stirring speed is very critical. It should be very slowly stirred. Otherwise, the formed primary emulsion will be ruptured or break. So, although our multiple emulsion, it has several advantages over the usual type of emulsion, there are no commercial products available. So, these are the things that you have to study under the topic of multiple emulsion. And the next topic is micro emulsion. So micro emulsion എന്ന് പറയുമ്പോൾ ഡ്രോപ്ലെറ്റ് സൈസ് മൈക്രോൺസ് ഓർ നാനോമീറ്റർ സ്കെയിലിലേക്ക് മാറുകയാണ്. ആൻഡ് യൂഷ്വലി ദി ഡ്രോപ്ലെറ്റ് സൈസ് ഈസ് അബൌട്ട് 10 to 200 നാനോമീറ്റർ. സോ ഡിഫറെൻറ്റ് ഓതേഴ്സ് യൂഷ്വലി എക്സ്പ്രസ് ദിസ് സൈസ് റേഞ്ച് ഇൻ ഡിഫറെൻറ്റ് വേസ്. സോ ആ ഒരു റേഞ്ച് പല ബുക്കിൽ നോക്കിയാലും പല റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. 2 to 100 നാനോമീറ്റർ പറയാറുണ്ട്, 20 to 200 നാനോമീറ്റർ ഉണ്ട്, 10 to 200 നാനോമീറ്റർ. സോ ഔട്ട് ഓഫ് ദീസ് എനി ഓഫ് ദി റേഞ്ച് ക്യാൻ ബി ടേക്കൺ. സോ 10 to 200 നാനോമീറ്റർ റേഞ്ചിലുള്ള ഡ്രോപ്ലെറ്റ് സൈസുള്ള
എമൽഷൻസിനെയാണ് സാധാരണ മൈക്രോ എമൽഷൻസ് എന്ന് പറയാം. ദീസ് ആർ ഹോമോജീനസ്, ട്രാൻസ്പെറൻറ്റ്. സോ ഇഫ് യു കമ്പയർ വിത്ത് എമൽഷൻ, ദ മേജർ ഡിഫറൻസ് ഈസ് ഇറ്റ് ഈസ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്. സാധാരണ എമൽഷൻ ഒരു മിൽക്കി വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. ഹിയർ ഇറ്റ് ബിക്കംസ് ട്രാൻസ്പെറൻറ്റ്, ദെൻ ഇറ്റ് ഈസ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ. And usually this stability is achieved by a combination of surfactant and co-surfactant. സാധാരണ എമൽഷനിലുള്ള പോലെ സർഫാക്റ്റൻ്റ് മാത്രമല്ല, ഒരു co-surfactant കൂടെ നമ്മൾ മൈക്രോ എമൽഷൻ്റെ ഫോർമേഷനിലേക്ക് യൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി ദിസ് co-surfactant ഈസ് ആൽക്കഹോൾ ഓർ എ ലോങ് ചെയിൻ ആൽക്കഹോൾ. സാധാരണ എത്തനോളോ അല്ലെങ്കിൽ ഒരു ലോങ് ചെയിൻ ആൽക്കഹോളോ ആണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. Then the composition of micro emulsion contains oil, then the continuous phase water, surfactant and co-surfactant. The major advantages or the scope of microemulsion is it can be used to deliver both hydrophilic and lipophilic drugs. Because of its high drug solubilization capacity, it will be having high shelf life or long shelf life, and the preparation is very easy. If you compare with emulsion, the preparation of microemulsion is quite easy. Then the bioavailability will be more. The rate of absorption of drug from microemulsion will be more when compared to ordinary type of coarse emulsion. So this diagram shows a comparison between the emulsion and microemulsion. So red കളറിൽ കാണിക്കുന്നത് സർഫാക്റ്റൻ്റ് ആണ്, ഗ്രീൻ കളറിൽ കാണിക്കുന്നത് co-surfactant ആണ്. The interfacial boundary will be more fluid, more dynamic in the case of microemulsion. This is a diagram comparing the appearance of a normal emulsion and a microemulsion. You can see that microemulsion is transparent, whereas the normal emulsion is quite cloudy or it's milky white in appearance. So this is the comparison of macroemulsion and microemulsion. So the droplet diameter of macroemulsion is 1 to 20 nanometer and the other thing is 10 to 100 or 10 to 200 nanometer. The appearance is white. In the case of macroemulsion, it will be opaque, and microemulsion is more transparent. Stability. Since emulsions are thermodynamically unstable, their stability will be less when compared to the more thermodynamically stable system of microemulsion. And preparation, if you compare the method of preparation, more energy input is needed to prepare a emulsion, and whereas a microemulsion is formed almost spontaneously. അതിൻ്റെ പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്പോണ്ടേനിയസ് ഫോർമേഷനാണ് മൈക്രോ എമൽഷൻ്റെ കേസിൽ. എമൽഷൻ്റെ കേസിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള അജിറ്റേഷനൊക്കെ വേണം, റാപ്പിഡായിട്ട് അജിറ്റേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഫോം ചെയ്യുള്ളൂ എന്നുണ്ട്. And if you compare the concentration or amount of surfactant, it will be quite more in the case of microemulsion. അപ്പോൾ സർഫാക്റ്റൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും in the case of microemulsion. അത് കാരണം തന്നെ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. കാരണം കൂടുതൽ സർഫാക്റ്റൻറ്റ്, കൂടുതൽ co-surfactant വരുമ്പോൾ അത് ഓറലി നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അധികം ടോപ്പിക്കൽ യൂസാണ് വരുന്നത്. Then interfacial contact, there will be oil water interfacial contact more ആയിരിക്കും എമൽഷൻ്റെ കേസിൽ. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊരു കോണ്ടാക്ട്, ഓയിൽ വാട്ടർ ഇൻ്റർഫേസ് ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് മൈക്രോ എമൽഷൻ്റെ കേസിൽ വരുന്നില്ല, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സർഫാക്റ്റൻ്റ് ആൻഡ് co-surfactant. Then the different types of micro emulsions are oil in water type, then water in oil type and bicontinuous type. Oil in water type സാധാരണ പോലെ oil is the dispersed phase and water is the continuous phase, then water in oil vice versa. And bicontinuous എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there will be a continuity between, or microscopic continuity ഉണ്ടായിരിക്കും between the two phases. അതിനെയാണ് നമ്മൾ bicontinuous micro emulsion എന്ന് പറയാം. This is a diagram. You can see that in the case of bicontinuous there is a microscopic continuity between the two phases. Then coming to the preparation of micro emulsion, usually they are prepared at 27 degrees Celsius by a titration method. First the drug is dissolved in the lipophilic phase, then the oil phase and water phases are combined by the use of surfactant.
Now this is the primary emulsion, and to this a co-surfactant is slowly added till the സിസ്റ്റം ബിക്കംസ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ആ സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെയാണ് നമ്മൾ കോ-സർഫാക്റ്റൻ്റ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് മൈക്രോ എമൽഷൻ. സോ ദാറ്റ്സ് അബൌട്ട് മൈക്രോ എമൽഷൻ. So the next topic is rheology of emulsions. So rheology, you might be already knowing what is rheology. It is a study of flow or deformation when a fluid is subjected to stress. ആണ് റിയോളജി എന്ന് പറഞ്ഞാൽ. കമ്മിങ് ടു ദി റിയോളജി ഓഫ് എമൽഷൻ. അപ്പോൾ എമൽഷൻ്റെ ഫ്ലോ എവിടെയൊക്കെ, what are the important aspects of flow എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, when the emulsion is poured from a bottle or a tube, then flow is important. Then in the case of parenteral emulsion, they are administered with the use of syringe and needle, so the emulsion has to flow through the needle. Then for the case of topical emulsions, their spreadability on the skin very much depends upon its flow. Then during manufacturing, during different stages, these emulsions are subjected to different kinds of stress. So in that case also flow becomes important. So actually the concentration of the internal phase determines the type of flow in the case of emulsions. For example, in the case of dilute emulsions, when the concentration of internal phase is almost up to 5% only, it exhibits Newtonian flow, and usually single point viscometers are used to read the viscosity of these type of dilute emulsions. And as the concentration increases, the phase volume ratio, it becomes 50%. Phase volume ratio 50% എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻറ്റേർണൽ ഫേസിൻ്റെ കോൺസെൻട്രേഷൻ 50% ആയിട്ടുണ്ടെങ്കിൽ it exhibits non-Newtonian flow, that is pseudoplastic type of flow. And when the phase volume ratio almost reaches 74%, it shows plastic flow. So in that case, multiple point viscometers are used, like cone and plate and cup and bowl. അപ്പോൾ എക്സാമിന് റിയോളജി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ റേഞ്ച്, ഏത് റേഞ്ചിൽ അത് ഏത് ടൈപ്പ് ഫ്ലോ കാണിക്കുന്നു എന്നുള്ള കാര്യവും, ദെൻ യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദി റിയോളജി, ദ ടൈപ്പ് ഓഫ് ഫ്ലോ, ന്യൂട്ടോണിയൻ ഫ്ലോ എന്താണെന്നും അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലോ എന്താണെന്ന് എഴുതുക, പ്ലാസ്റ്റിക് ഫ്ലോ എന്താണെന്ന് എഴുതുക. ആൻഡ് ഇൻ ദാറ്റ് അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണം ആ ആൻസർ എന്ന് വെച്ചാൽ. ഓക്കെ. ദെൻ another very important aspect of emulsion is their stability. So this topic is very important in your 4th semester syllabus also. First semester syllabusൽ ഈ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഓഫ് സ്റ്റെബിലിറ്റി ഇൻ emulsion, like flocculation, creaming, coalescence, breaking and phase inversion. അപ്പോൾ ഇവിടെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 5 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഡയഗ്രാംസ് depicting each type of instability. Then ഇത് പഠിക്കുമ്പോൾ വാട്ട് ഈസ് ദി പ്രോബ്ലം, എന്താണ് ആ പ്രോബ്ലം. ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫ്ലോക്കുലേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, ക്രീമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രീമിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്, ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ വാട്ട് ആർ ദി റീസൺസ് ഫോർ ദിസ് ഇൻസ്റ്റെബിലിറ്റി, ദെൻ ഹൗ യു ക്യാൻ ഓവർകം ദിസ് ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ ഈ ഒരു 3 ആസ്പെക്റ്റിൽ വേണം എപ്പോഴും ഇത് പഠിക്കാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ പറയുന്നുണ്ടാവില്ല. ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ നോട്ടും ക്ലാസ്സൊക്കെ ഞാൻ തന്നെ എടുത്തതാണ്. സോ you have to refer those notes. എന്താണ് ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബ്യൂൾസ് കം ടു ഈച്ച് അതർ ടു ഫോം അഗ്രിഗേറ്റ്സ്. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ഹൗ യു ക്യാൻ പ്രിവെൻറ്റ് ദാറ്റ്. ദെൻ വാട്ട് ഈസ് ക്രീമിങ്. ക്രീമിങ്ങിൻ്റെ കേസിൽ അത് റിവേഴ്സിബിൾ പ്രോസസ്സാണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ക്രീമിങ്, ഹൗ ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ദെൻ coalescence, breaking. Again you have to study the give importance to the factors and their prevention. Then phase inversion. And the last topic in emulsion is the preservation of emulsion. അപ്പോൾ സാധാരണ emulsion, it can be for oral use or topical use or parenteral use. ഓറലും ടോപ്പിക്കലും ആണെങ്കിൽ യൂഷ്വലി ഓറലിൻ്റെ കേസിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
പാരൻട്രൻ്റെ കേസിൽ the emulsion should be sterile. That means it should not contain microorganism as well as its spores. സ്പോറും ഉണ്ടാകാൻ പാടില്ല, മൈക്രോ ഓർഗാനിസവും ഉണ്ടാകാൻ പാടില്ല. ഈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ഫംഗൈ, ബാക്ടീരിയ, ഈസ്റ്റ്, ദ ക്യാൻ ഡിസ്ട്രോയ് ദി ഗംസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എക്സെട്ര പ്രസൻറ്റ് ഇൻ ദി എമൽഷൻ. അധികം എമൽസിഫൈങ് ഏജൻറ്റ് നിങ്ങൾക്ക് അറിയാം, ഈ ടൈപ്പിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും എമൽസിഫൈങ് ഏജൻ്റ് ആയിട്ട് വരിക. ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് എമൽസിഫൈങ് ഏജൻറ്റ് റിസൾട്ട്സ് ഇൻ ദി ഇൻസ്റ്റെബിലിറ്റി. And usually the preservatives used are benzoic acid, sodium benzoate, methyl paraben, propyl paraben, etc. Then aqueous phase-ൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവിൻ്റെ എമൗണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി അക്വസ് ഫേസ് വാട്ടർ ഫേവേഴ്സ് ദി ഗ്രോത്ത് ഓഫ് ദീസ് മൈക്രോ ഓർഗാനിസം. ഓയിൽ ഫേസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാട്ടറാണ് കൂടുതൽ ഫേവർ ചെയ്യുക മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത്. ആൻഡ് so you have to use water soluble preservatives. വാട്ടറിൽ soluble ആയിട്ടുള്ള preservatives വേണം യൂസ് ചെയ്യാൻ. And in the case of oil in water type of emulsion, usually the water content is more, so high concentration of the above mentioned preservatives will be required. Whereas in the case of water in oil type of emulsion, the concentration of water is less, so you can use lesser quantity or lesser concentration of preservatives. Then pH of aqueous phase is also important in case of preservatives that dissociate under different pH. ചില പ്രിസർവേറ്റീവ് ചില പർട്ടിക്കുലർ പി എച്ചിൽ ഡിസോസിയേറ്റ് ചെയ്തു പോകും, അയണൈസ് ചെയ്തു പോകാം. സാധാരണ അൺഅയണൈസ്ഡ് ഫോമിലായിരിക്കും ദീസ് പ്രിസർവേറ്റീവ്സ് ഷോ ദെയർ മാക്സിമം ആക്ടിവിറ്റി. അപ്പോൾ യു ഹാവ് ടു അഡ്ജസ്റ്റ് ദി പി എച്ച് ഓഫ് ദി അക്വസ് ഫേസ് ടു ഫേവർ ദി ഫോർമേഷൻ ഓഫ് അൺഡിസോസിയേറ്റഡ് പ്രിസർവേറ്റീവ് ഡിസോസിയേറ്റ് ചെയ്യുന്ന പി എച്ച് ഒരിക്കലും എമൽഷൻ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ പി എച്ച് അങ്ങനത്തെ പി എച്ച് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അഡ്ജസ്റ്റ് ദി പി എച്ച് സോ ദാറ്റ് ദി അൺഡിസോസിയേറ്റഡ് ഫോം എക്സിസ്റ്റ് വിച്ച് കിൽസ് ദി മൈക്രോ ഓർഗാനിസം ഈസിലി. ഇത്രയൊക്കെയാണ് പ്രിസർവേഷൻ ഓഫ് എമൽഷനിലുള്ളത്. സോ നൗ യുവർ യൂണിറ്റ് 3 ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു.